അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ പരിപാലനത്തിനും ചികിത്സയ്ക്കുമുള്ള ഉപകരണങ്ങൾ കമ്പനിക്കാർ തന്നെ നേരിട്ട് വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. പണമടയ്ക്കാത്തത് കൊണ്ട് കേരളം നമ്പർ 1. തട്ടിനും തള്ളിനും ഒരു കുഴപ്പമില്ല. തള്ള് 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 എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വോയിസ് മെസ്സേജ് മാത്രം മതി. അവിടെ തിരുവനന്തപുരത്തെ കേരളം അതിദാരിദ്ര്യ മുക്തമെന്നുള്ള വായ്ത്താരി അവിടെ വന്ന് മമ്മൂട്ടി പാടിയല്ലോ, തിരുവനന്തപുരത്ത് വന്ന് ഘോഷിച്ചല്ലോ. മമ്മൂട്ടിയുടെ ആ വായ്ത്താരിയേക്കാൾ, ആ വാഴ്ത്തുപാട്ടിനേക്കാൾ എത്രയോ ശക്തമാണ് വേണു എന്ന് പറയുന്ന കൊല്ലക്കാരനായിട്ടുള്ള ഓട്ടോ ഡ്രൈവറുടെ ഈ ശബ്ദം. മമ്മൂട്ടിയുടെ നിരവധി സിനിമകൾ ഓട്ടോറിക്ഷക്കാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അദ്ദേഹവും കണ്ടിരിക്കും. അന്നത്തെ ചോറിനുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമയും കാണിച്ചിരിക്കും. എന്നിട്ട് കേരളം അതിദാരിദ്ര്യ വിമുക്തമായിട്ട് വന്നുകൊണ്ട് പ്രഖ്യാപിച്ച ആ ചടങ്ങിനെ ആശീർവദിക്കാൻ മമ്മൂട്ടി വന്നു. അതെ അല്ലേ, അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ, കൈക്കൂലി കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പാവം രക്ഷപ്പെടുമായിരുന്നു. കൈക്കൂലി, അതാണ് അഴിമതി മുക്തം കേരളം എന്നൊക്കെയല്ലേ പറയുന്നത്. ആ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാ. തള്ളിന് യാതൊരു കുഴപ്പമുണ്ടോ? തള്ളിന് ഒരു കുഴപ്പമില്ല. വീണ ജോർജ് എപ്പോഴും വന്ന് തള്ളുന്നുണ്ട്. ഇപ്പൊ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? പാതസാം നിശ്ചയം വാർന്നളവ് സേതുബന്ധനു ഉദ്യോഗം എന്തിടൂ. വെള്ളം ഒഴുകി കഴിഞ്ഞിട്ട് പിന്നെ ചിറ കെട്ടിയിട്ട് കാര്യമുണ്ടോ എന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന പോലെയാണ് വൃഥാ വ്യായാമം. ഇനി റിപ്പോർട്ട് കിട്ടിയിട്ട് എന്താ?